എൻ വാസുവിന്റെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയതോടുകൂടി അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഇന്നിപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം ഉണ്ടായതിന് പിന്നാലെ ഒരുപക്ഷെ കടകംപള്ളിയുടെ ഒരു ആദ്യ പ്രതികരണമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. മൂന്നാം പ്രതി എൻ വാസുവിനെ പിന്തുണച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ മുൻ ദേവസ്വം മന്ത്രി രംഗത്തെത്തുന്നത്. തനിക്കറിയാവുന്ന വാസു വളരെ സത്യസന്ധനായ വ്യക്തിയാണ്. വാസു കമ്മീഷണറായിരുന്ന കാലത്ത് ഒരു ഫയൽ ഒപ്പിട്ടതാണല്ലോ പ്രതിയാകാൻ കാരണമെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറയുകയാണ്. കുറ്റവാളി ആരായിരുന്നാലും ശിക്ഷിക്കപ്പെടുമെന്ന് കൂടി കടകംപള്ളി സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. വാസു കമ്മീഷണറായിരുന്ന കാലത്ത് ഒരു ഫയലിൽ ഇതുമായി ബന്ധപ്പെട്ട ഫയലിലിട്ട ഒപ്പാണ് ഇതിൻ്റെ വാസുവിനകത്ത് പ്രതിയാകുന്നത്. അതൊക്കെ പോലീസ് അന്വേഷിക്കുകയല്ലേ, അദ്ദേഹത്തിന് ഇതിനകത്ത് എത്ര റോളുണ്ട് തുടങ്ങിയുള്ള കാര്യങ്ങൾ അത് പോലീസ് അന്വേഷിച്ചു. പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അല്ല അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളെ ഈ അന്വേഷക സംഘം അന്വേഷിച്ചിട്ടുള്ളത്. കമ്മീഷണറുടെ കാലത്ത് ഉദ്യോഗസ്ഥന്മാർ നൽകിയ ഫയലിൽ അവർ ഒപ്പിട്ടത് അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളിൽ അത് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അദ്ദേഹം സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ വാസു വളരെ സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയത് എന്ന് എൻ്റെ ബോധ്യം. ഞാനും അദ്ദേഹവും തമ്മിലുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. അല്ലാതെ അരുൺ സോളമനാണ് ചേരുന്നത് വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങളുമായി. അരുൺ സോളമൻ, മറിച്ചൊരു പ്രതികരണം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ സഹൃദയരെ എന്നാണ് ചോദിക്കാൻ തോന്നുന്നത്. വെറും ഒരു ഫയൽ എന്ന് നമുക്ക് അതിനെ വിളിക്കാൻ കഴിയുമോ? കാരണം എൻ വാസു ആ ഫയലിൽ ഒപ്പിട്ടതോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്ര വലിയ കൊള്ള നടത്താനുള്ള വഴിയൊരുങ്ങിയത്. അതാണ് അതിലെ പ്രശ്നം. ഇവിടെ വിനീത, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള പുറത്തു വന്നപ്പോൾ തന്നെ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനോട് പല ആവർത്തി മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം തേടിയിരുന്നു. അന്നെല്ലാം ഒരേ ഒരു പ്രതികരണമാണ് അന്ന് അദ്ദേഹം നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അവർ കേസ് അന്വേഷിച്ച് ആരാണ് കുറ്റക്കാർ, ആ കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷ വിധിക്കും എന്നുള്ളതാണ് കടകംപള്ളി സുരേന്ദ്രൻ ആവർത്തിച്ച് പറഞ്ഞത്. അത് ആ പതിവ് പല്ലവി ഇന്ന് ഈ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിനോട് പ്രതികരിച്ച് തുടങ്ങിയതും അങ്ങനെ തന്നെയായിരുന്നു. ഇവിടെ എൻ വാസുവിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള നടപടി അല്ലെങ്കിൽ ഒരു നിലപാടാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കാരണം തനിക്കറിയാവുന്ന എൻ വാസു സത്യസന്ധനായ വ്യക്തിയാണ്. താൻ മന്ത്രിയായിരുന്ന കാലത്ത് അങ്ങനെ അല്ലാതെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല എന്ന് പരോക്ഷമായിട്ട് പറഞ്ഞു പോകുന്നു. അതേസമയം കമ്മീഷണറായിരുന്ന കാലത്ത് കേവലം ഒരു പേപ്പറിൽ ഒപ്പിട്ടു, അതിലാണ് അദ്ദേഹം പ്രതിയായിരിക്കുന്നത്. പ്രസിഡന്റായിരുന്ന കാലത്ത് അങ്ങനെ ഒരു വീഴ്ച അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ഈ എൻ വാസുവിന്റെ അറസ്റ്റിനെ കേവലവൽക്കരിച്ചുകൊണ്ട് അദ്ദേഹം ആ പ്രതികരണം അവസാനിപ്പിക്കുന്നു. സർക്കാർ ഒരു ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ദേവസ്വം ബോർഡിൽ നടക്കുന്ന കാര്യങ്ങൾ താൻ അറിയാറില്ല. പലപ്പോഴും പല കാര്യങ്ങളും ബോർഡ് തീരുമാനിക്കുന്നതാണ്. അതിലൊന്നും തന്നെ താൻ ഒപ്പിട്ടിട്ടില്ല. സർക്കാരിന് മുന്നിലുള്ളത് ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ ഏറ്റവും മികച്ചതാക്കി തീർക്കുക എന്നുള്ളതാണ് കടകംപള്ളി സുരേന്ദ്രൻ വിനീത ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. അതാണ് അദ്ദേഹത്തിന്റെ ന്യായീകരണം. പക്ഷേ അതല്ല, ദേവസ്വം മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കൂടി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് അറിഞ്ഞതാണോ, അറിഞ്ഞ ഭാവം നടിക്കാത്തതാണോ എന്നൊക്കെ നമുക്ക് അറിയണം. ഏതായാലും എൻ വാസു തന്നെയാണ് ഇതിൽ കുറ്റകൃത്യം നടത്തിയതിൽ പ്രധാനി എന്ന് SIT കണ്ടെത്തിയിട്ടുണ്ട്. അതിനു പിന്നാലെയാണ് അറസ്റ്റ്. നിർണായകമായ തെളിവുകൾ എൻ വാസുവിനെതിരെയുണ്ട്. മറ്റു പ്രതികളുടെ എല്ലാ മൊഴികൾ വാസുവിന് എതിരുമായിരുന്നു. അപ്പോഴാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ അദ്ദേഹത്തെ എൻ വാസുവിനെ പിന്തുണച്ചുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് എന്നതും കൂടിയാണ് അതിലെ പൊളിറ്റിക്സ്.